ലാഗ് വരാം, പക്ഷേ ഒക്കെ മാസ് അടി ഇടി സ്റ്റണ്ട് എല്ലാം ഉണ്ട്. ഡാൻസ് പടം ഭയങ്കര ഹിറ്റാൻ സാധ്യതയുണ്ട്. അല്ലു അർജുൻ്റെ ഫാൻസ് ഇവിടെ ഭയങ്കരമാണ്. കേരളത്തിൽ വിജയുടെ പോലെ ഭയങ്കര ഫാൻസുള്ള ആൾക്കാരാണ്. പിന്നെ നമ്മളുടെ മലയാളത്തിൻ്റെ അഭിമാനമായ ഫഹദ് ഫാസിൽ പണ്ട് പ്രതീക്ഷ തന്നെയാണ്. അതുകൊണ്ട് ഡ്യൂറേഷൻ കുറച്ച് കൂടുതലാണ്. ആ ഒരു പേടിയുണ്ട്. കാരണം ഇടയ്ക്ക് ലാഗ് വന്നാൽ പണി കിട്ടും. പക്ഷേ ട്രെയിലറായിട്ട് പക്ക മാസ് അടി ഇടി സ്റ്റണ്ട് എല്ലാം ഉണ്ട്, ഡാൻസ് എല്ലാം ഉണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ ഇഷ്ടപ്പെടുന്ന ഫിലിമാണ്. പുഷ്പ വണ്ണല്ലേ ഇറ്റല്ലേ? പുഷ്പ വണ്ണല്ല ഭയങ്കര ഹിറ്റ് ആയിരുന്നില്ലേ? ഫൈറ്റ് കൂടിയ പ്രശ്നമൊന്നുമില്ല. ഫൈറ്റ് കൂടിയ പ്രശ്നം ലാഗ് വരാനാ മതി. 3.5 മണിക്കൂർ 3:20 കാണുമ്പോൾ ലാഗ് വരാം. പക്ഷേ എനിക്ക് പ്രതീക്ഷിച്ച ഫഹദിൻ്റെ പടം കൊണ്ടാണ്. ഫഹദ് വളരെ സെലക്റ്റീവാണ്. രശ്മിക നന്നായിരിക്കും. ഫഹദ് മൊട്ടയടിച്ചിട്ട് അഭിനയിക്കുന്നല്ലേ. പിന്നെ രശ്മിക അറിയാം അനിമൽ. പിന്നെ ഇതേപോലെ മൂവിയാണ് അനിമൽ. 3.5 മണിക്കൂറായിട്ട് ഓടി. 3.5 മണിക്കൂറായി നന്നായിട്ട് ഓടി. എന്തായാലും രശ്മികയുടെ എല്ലാ പടവും 3 മണിക്കൂർ കൂടുതലാവും. എന്തായാലും എനിക്ക് വൻ പ്രതീക്ഷയാണ്. പടം ഭയങ്കര ഹിറ്റാൻ സാധ്യതയുണ്ട്. ഞാനിത് ട്രെയിലർ ഇറങ്ങിയപ്പോൾ എന്തോ ചെറുതായി നൈറ്റ് പറഞ്ഞപ്പോൾ അവർക്ക് ഒരു ഇതുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. പടം ഭയങ്കര എൻ്റർടൈനർ ആയി. ഇപ്പോഴത്തെ യൂത്തിന് പറ്റിയ ഫിലിമായി. 3.5 മണിക്കൂർ ആണെങ്കിലും പടം നന്നാൻ സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നു. അനിമലിലെ പോലെ 3 മണിക്കൂറായിട്ട് ഓടിയല്ലോ. ഞാൻ ഫാദറിനെ കാണാൻ രണ്ടും പറഞ്ഞേക്കാം. അല്ലെങ്കിൽ പ്രശ്നം മെയിൻലി ഫാദറാണ്. ഫാദറിന് ഏറ്റവും പീക്ക് ടൈമാണ്. പുള്ളിയുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. പടം നന്നായി വരുവാണെങ്കിൽ ജയിലറിൻ്റെ എല്ലാത്തിനും റെക്കോർഡ് പിടിക്കാൻ അധികം. എന്തായാലും നാളെ അല്ലു അർജുൻ ഫാൻസിനുള്ള ഒരു ഡേ ആണ്. എന്തായാലും പടം വലിയ ഹിറ്റാവട്ടെ. ഇങ്ങനത്തെ വലിയ ഹിറ്റുണ്ടായാലേ സിനിമ പിടിച്ചു വെക്കുള്ളൂ. സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ വലിയ വലിയ ഹിറ്റുകൾ വേണം. ഞാനും ഉണ്ട്, പെരേര എല്ലാവരും വരുന്നുണ്ട്, എല്ലാ അണ്ണന്മാരും വരുന്നുണ്ട്. ഇത് വൻ പ്രതീക്ഷയാണ്. നല്ല പടമാകാൻ സാധ്യതയുണ്ട്.